നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. നിങ്ങൾ ആരുടെ പാപങ്ങൾ പറ്റിക്കുന്നുവോ ബന്ധിക്കുന്നു. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ ക്ഷമിക്കുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ആത്മാവ് ജീവൻ നൽകുന്നത് വിശ്വാസത്തോടുകൂടി നമ്മൾ സ്വീകരിക്കുന്ന ഓരോ വിശ്വാസത്തിനും അതേവാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തെ വിളിക്കുന്നത് പ്രാണനാഥ, എന്റെ ആത്മാവിൽ ജീവൻ നൽകുന്നവരെ പ്രാണനാഥ. ഇത് അസ്ഥികൾക്ക് ജീവൻ വെച്ചതുപോലെ എന്റെ ജീവിതത്തിന്, എന്റെ കുടുംബത്തിന്, എന്റെ ജീവിത പങ്കാളിക്ക്, എന്റെ മക്കൾക്ക് ജീവൻ ഉണ്ടാകണം. അത് സമൃദ്ധമായി ഉണ്ടാകണം. അതിന് നമ്മൾ ശക്തമായ ദൈവാരാധന നമ്മൾ ഓരോ നിമിഷവും നടത്തേണ്ടതായിട്ടുണ്ട്. വിശുദ്ധമായ നിമിഷം ആ ഈശോയെ നമ്മുടെ ഹൃദയത്തോട് നമുക്ക് സ്വീകരിക്കാം. ജീവശ്വാസം അത് ദൈവം നമുക്ക് നൽകുന്ന കുരിശിൽ കിടന്നുകൊണ്ട് ആ ജീവശ്വാസത്തിന് വേണ്ടി ദൈവം ഇത്രമാത്രം കഷ്ടപ്പെട്ടു. ഓക്കെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് അർത്ഥം നൽകുന്നത് ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ജീവശ്വാസത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, പരിശുദ്ധാത്മാവായ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഒരു മനുഷ്യൻ ഒരു പൂന്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സാധു പ്രാണിയെ, അത് പൂമ്പാറ്റ പ്യൂപ്പ, ആ പ്യൂപ്പ അദ്ദേഹം കാണുമ്പോൾ അദ്ദേഹം അതിനെ ഭയങ്കരമായിട്ട് വീക്ഷിച്ചു. കുറെ നേരം വീക്ഷിച്ചിട്ടും ആ പ്യൂപ്പയിൽ നിന്നും ആ സാധു പ്രാണി പുറത്തു വരുന്നില്ല. അവസാനം അദ്ദേഹം ഒരു വഴി കണ്ടുപിടിച്ചു. നമുക്കറിയാം, ചൂടാണ് ശ്വാസം. തന്റെ ചൂട് ആ സാധു പ്രാണിക്ക് കൊടുത്താൽ അദ്ദേഹം ദീർഘമായിട്ട് ആ പ്യൂപ്പയിലേക്ക്, ആ ചിത്രശലഭത്തിന്റെ കൂടിലേക്ക് ശക്തിയായിട്ട് ഊതി. വളരെയധികം സന്തോഷം അദ്ദേഹത്തിന് തോന്നി. കാരണം തന്റെ ശ്വാസം കാരണം ആ സാധു പ്രാണി ആ പ്യൂപ്പയിൽ നിന്നും പുറത്തു വന്നു. അല്പസമയം അതിന് ജീവൻ ഉണ്ടാകുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതീക്ഷയ്ക്ക് വിപരീതമായി ആ സാധു പ്രാണി അദ്ദേഹത്തിന്റെ കയ്യിൽ കിടന്ന് പ്രാണൻ വീണു. പലപ്പോഴും ആ പരോപകാരി അറിഞ്ഞിരുന്നില്ല എപ്രകാരമാണ് ആ ദൈവത്തിന്റെ ചൂടേറ്റ് ആ ഇരുട്ടാകുന്ന പ്യൂപ്പയെ തള്ളി മാറ്റിക്കൊണ്ട് കടന്നു വരുന്നുവോ, അപ്പോഴാണ് ആ പ്യൂപ്പയുടെ ആ ചിത്രശലഭത്തിന്റെ ചിത്രങ്ങൾ ഇടത് കൈ വരുന്നത്. അതിന് ആകാശവിധാനത്തിലേക്ക് പറന്നു വരാൻ സാധിക്കും. ആ ജീവിതത്തിലെ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുവാൻ ആ ചിത്രശലഭത്തിന് സാധിക്കുമ്പോഴാണ് അതിന്റെ ചിറകിന് ശക്തി കിട്ടുന്നത്. അതിന് ആകാശത്തിലേക്ക് പറന്നു വരാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളുണ്ട്. പക്ഷെ ദൈവം നമ്മളോട് പറഞ്ഞു, ആ ശ്വാസം ദൈവം നമ്മൾ അയക്കുന്നു. ജീവശ്വാസമാണ്. ആ ശ്വാസത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ ഓരോരുത്തരും ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി അറിയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. സാധിക്കും. അതിന് നമ്മൾ തന്നെ വിട്ടുകൊടുക്കും. ശക്തമായിട്ട് ദൈവത്തോട് ചോദിക്കണം. എന്റെ പിതാവിനോട് ചോദിച്ചാൽ എത്രയധികമായി പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നില്ല. ദൈവത്തിന്റെ ചോദിക്കണം. ഇവിടെ ഓരോ അപ്പനും ഒരു അമ്മയും ആത്മാർത്ഥമായിട്ട് ചോദിക്കണം ആ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട്. ഒരു നിമിഷം നമ്മളെല്ലാം ആത്മാവായ ദൈവം നമ്മിലേക്ക് ഇറങ്ങിയ ഒരു സുന്ദരമായ നിമിഷം നമുക്ക് നമ്മെ തന്നെ പരിപൂർണ്ണമായി സമർപ്പിക്കാം. തിരുവഴിയിൽ ഈശോയിലേക്ക് നീട്ടാം. ആ ജീവശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അസ്ഥികളുടെ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങിപ്പോയ ജീവശ്വാസം, 4 ദിക്കുകളിൽ നിന്നും പറന്നു വന്ന വായു അവർക്ക് ജീവൻ നൽകി. കർത്താവേ, ഈ മണ്ണിൽ അങ്ങേ ആരാധിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും ആ ജീവശ്വാസം നയിക്കണം. ഇരുവരങ്ങൾ ഈശോയിലേക്ക് നീട്ടിക്കൊണ്ട് നമുക്ക് ചേർന്ന് ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണ് നീ. എല്ലാവരും ചേർന്ന് പാടാം. ഒരിക്കൽ കൂടി
പൈശാചികമായ രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, നിർദ്ദേശങ്ങൾ, അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷം നമുക്കെല്ലാം നമുക്കൊന്ന് സ്തുതിക്കാൻ വേണ്ടി ഹല്ലേലൂയ. ഈശോയെ ആരാധന എല്ലാവരും ശ്രദ്ധിച്ചേ. 5 പേര് നമ്മുടെ ശബ്ദം കേൾക്കട്ടെ, 10 പേര് നമ്മുടെ ശബ്ദം കേൾക്കട്ടെ. ആരാധിക്കാൻ ശക്തമായ ഒരു ദൈവാരാധന നമുക്ക് വേണം. ഉച്ചത്തിൽ എല്ലാവരും ഈശോയെ ആരാധന ഉച്ചരിച്ചേ. പറ്റും നിങ്ങൾക്ക് 5 പേര് നമ്മുടെ ശബ്ദം കേൾക്കട്ടെ, 10 പേര് നമ്മുടെ ശബ്ദം കേൾക്കട്ടെ. മറ്റുള്ളവരെ നമ്മൾ നോക്കുന്നില്ല. ഞാൻ എന്റെ ദൈവത്തെ മാത്രമേ നോക്കുന്നുള്ളൂ. പ്രകാശമായ എന്റെ ദൈവത്തെ മാത്രമേ നോക്കുന്നുള്ളൂ. എന്റെ രോഗങ്ങളെ സമർപ്പിക്കാം, എന്റെ ബുദ്ധിമുട്ടുകളെ താമസിക്കട്ടോ നമുക്ക് സമർപ്പിക്കാം, കുടുംബത്തിന്റെ കഷ്ടപ്പാടുകളെ സമർപ്പിക്കാം, മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തമായിട്ട് എല്ലാം ആത്മാർത്ഥമായി ശക്തമായ സ്തുതിക്കുന്ന ഒരു ദൈവജന സമൂഹം നമ്മുടെ മുമ്പിലോട്ട് പോയി തിരിച്ചു പ്രാർത്ഥിക്കാം. കണ്ടു നിറച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഈശോയെ വിളിച്ചു പ്രാർത്ഥിക്കാം. ഉച്ചത്തിൽ വിളിച്ച് ഈശോയെ എന്നുള്ള പ്രാർത്ഥിക്കാം. ഈശോ നടന്നു പോകുമ്പോ അന്ധനായ യാചകനെ വിളിച്ചിട്ട് നസ്രായേശോയെ കഴിയണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോ ഈശോ നടന്ന് അവരുടെ അടുത്തേക്ക് പോയിട്ട് അവന്റെ സൗഖ്യം നൽകിയില്ലേ? അതുപോലെ നമുക്ക് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ പരിശുദ്ധാത്മാവ് ശക്തി നമ്മുടെ പേര് ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ശക്തമായിട്ട് ആ ദൈവ ആരോഗ്യം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആ രക്തസ്രാവക്കാരിയായ സ്ത്രീ ഈശോ അറിയാതെ സ്പർശിക്കാൻ അവൾ ആഗ്രഹിച്ചു. ഈശോയുടെ വസ്ത്രത്തുമ്പിലേക്ക് കൊണ്ട് തൊടാൻ ആഗ്രഹിച്ചു. ഈശോയെ തട്ടി ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരുപാട് പേര് നമ്മളാണ്. പക്ഷെ പലപ്പോഴും ശിഷ്യന്മാരുണ്ടായിരുന്നു, ചുറ്റും ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ ഈശോ സ്പർശനം തിരിച്ചറിഞ്ഞു. ഈശോ അറിഞ്ഞില്ല. എന്നാൽ വിശ്വാസത്തോടുകൂടി ഒരു സ്പർശനം ഈശോ തിരിച്ചറിഞ്ഞപ്പോ ചോദിക്കുന്നു, ആരാണ് എനിക്കുള്ളത്? ആരാണ് എനിക്കുള്ളത്? ഇവിടെ ഇരിക്കുന്ന ഒരു 100 പേരുണ്ടെങ്കിൽ ഒരു 10 പേർക്ക് പോലും ഈശോയെ തൊടാൻ സാധിക്കാത്തത് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയായതുകൊണ്ടാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ ചുറ്റുമുണ്ടായിരുന്ന ശിഷ്യന്മാർ ചോദിച്ചു, അന്ന് കാണുന്നില്ലേ? ഞങ്ങളും ജനങ്ങളെല്ലാം അങ്ങേ തിക്കി തിരക്കി നിൽക്കുന്നത് കാണുന്നില്ലേ? ഈശോ വീണ്ടും ചോദിച്ചു, ആരാണ് എനിക്കുള്ളത്? ആരാണ് വിശ്വാസത്തോടു കൂടി തൊടാൻ ദൈവം തിരിച്ചറിയുന്നത്? ഇന്ന് ഇവിടെ ഇരിക്കുന്ന അമ്മമാര് ഇന്ന് വരെ ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥന പാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ പരിപൂർണ്ണമായിട്ട് ഈ ആരാധന വിശുദ്ധമായ നിമിഷം ഒരു നിമിഷം ഇരുകരങ്ങൾ ഈശോയിലേക്ക് നീട്ടിയെ ആത്മാർത്ഥമായിട്ട് സ്തുതിച്ച് ഈശോയെ ആരാധന ഈ ദേവാലയം മുഴുവൻ സ്തുതികൾ കൊണ്ട് നിറയട്ടെ. സ്തുതിക്കാത്ത മനസ്സ്, ഞാൻ പറഞ്ഞതുപോലെ പിശാചിന്റെ മണിക്കൂർ തന്നെയാണ്. ദൈവത്തെ ആരാധിക്കാൻ മടി കാണിക്കുന്ന മനസ്സ് അതിനകത്ത് പിശാചമാണ് വാഴുന്നത്. അതുകൊണ്ട് ശക്തമായ സ്തുതിക്കുമ്പോ നമ്മുടെ ജീവിതത്തെ എല്ലാം അന്ധകാരം വിട്ടുപോകും. ജീവിത പങ്കാളിൽ സമർപ്പിച്ച് ആത്മാർത്ഥമായിട്ട് ജീവിത പങ്കാളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ആരാധന 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 എല്ലാ കുടുംബത്തിലെ അപ്പമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ രോഗങ്ങളും ശാരീരികമായ ക്ലേശങ്ങളും കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന കൈകളെ കാലുകളെ എല്ലാ അമ്മമാരെ സമർപ്പിക്കാം. കുടുംബത്തെ പ്രാർത്ഥനയോടെ നയിക്കുന്ന എല്ലാ അമ്മമാർക്കും അവർക്ക് എല്ലാ ആരോഗ്യവും മനസ്സാക്ഷിയും ചൊല്ലിയട്ടെ. ശുശ്രൂഷയോടെ കുടുംബത്തെ നയിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ നമുക്ക് എല്ലാ വിഭജനങ്ങളെ സമർപ്പിക്കാം. ഒരു നിമിഷം വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ അമ്മമാർക്കും ആത്മാർത്ഥമായിട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ എപ്പോഴും ദൈവത്തോട് ചേർന്ന് നടക്കണം. വിശ്വാസം എന്ന പരമപുണ്യത്തിൽ ജീവിക്കുവാൻ അവർ നല്ല ജോലിയിലേക്ക് പ്രവേശിക്കാം, നല്ല വിവാഹാവസ്ഥയിൽ പ്രവേശിക്കാം, നല്ല തൊഴിൽ മേഖലയിൽ പ്രവേശിക്കാൻ സർവശക്തനായ രീതികളും കൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവിലെ ലോകത്തിന്റെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ പരിശുദ്ധാത്മാവായ നിറയ്ക്കണം. ഇതിനാലും കുറിക്കാനിരിക്കുന്ന ശാരീരികവും മാനസികവുമായ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആചരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള എല്ലാവരും സമർപ്പിക്കാം. അവർക്ക് ശാരീരികവും മാനസികവുമായ എല്ലാ വിഭാഗങ്ങളും പ്രാർത്ഥിക്കാം. ഈശോയെ ആരാധന 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 ആരാധനയേറ്റം എല്ലാവരും ചേർന്ന് പാടുക.
യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.